ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന അരങ്ങുപൂത്ത കാലം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മഹേഷ് പഞ്ചു. നിങ്ങൾക്ക് ഒരുപക്ഷെ നടനായിട്ടായിരിക്കാം അറിയാവുന്നത്, അല്ലെങ്കിൽ ഒരു സംഘാടകൻ, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ആയിരുന്ന ആൾ. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ യൂണിവേഴ്സിറ്റി കലാശാല പ്രതിഭകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടുള്ള സംഘാടകൻ. ഇങ്ങനെയൊക്കെയുള്ള നിലകളിലാണ് മഹേഷ് പഞ്ചു പേരെടുത്തിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം ഒരു നല്ല വായനക്കാരനാണ്, സൂക്ഷ്മമായി നാടകങ്ങളെ നിരീക്ഷിക്കുന്ന ആളാണ്. ഈ കാര്യങ്ങൾ ഏതാണ്ട് 40 വർഷത്തെ അടുപ്പം കൊണ്ട് എനിക്ക് മനസ്സിലായി. അഭിഭാഷക വൃത്തിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. നിഷേധിച്ചുകൊണ്ടല്ല, അരങ്ങിനെ സ്വാംശീകരിച്ചുകൊണ്ട്, അരങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, നാടകകൃതിക്ക് അതിപ്പോഴും നാടക രചനയാണോ ചെയ്ത്താണോ ചെയ്വനയാണോ പ്രധാനം എന്നുള്ളതിനെ പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നടക്കുകയാണ്. ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ പേരിലാണ് വന്നിട്ടുള്ളത്, അരങ്ങ് പോലും വന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ പിന്നിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം കണ്ടു. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും പഠിച്ചിറങ്ങി വന്നു നാഷണൽ മാത്രം ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ നിന്ന് അല്പം വേറിട്ടുകൊണ്ട് ഇവിടെ കുറെ മലയാള നാടകവേദിക്കും സാഹിത്യത്തിനും നൽകിയ വലിയ സംഭാവനകൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് അത്തരം വ്യക്തിത്വങ്ങളെ അവതരിപ്പിച്ച അവരിലൂടെ ഒരു സാഹിത്യ ചരിത്രത്തെയും നാടകവേദികളുടെ ചരിത്രത്തെയും വിശകലനം ചെയ്യാൻ കാണിച്ചിരിക്കുന്ന ഒരു വലിയ ഒരു ശ്രമം, അത് ഏറ്റവും അഭിനന്ദിക്കേണ്ടതാണ്. ആ ഒരു ശ്രമത്തിന് അത് വളരെ സത്യസന്ധമായി ആത്മാർത്ഥതയോടുകൂടി നിഷ്പക്ഷതയോടുകൂടി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ ചിന്തകൾ, ആശയങ്ങൾ, അതൊക്കെ തീർച്ചയായും നമ്മൾ വളരെ വിലമതിക്കേണ്ടതാണ്. ഒരു പുസ്തകം രചിക്കണമെങ്കിൽ 9 പുസ്തകങ്ങളുടെ രചനയ്ക്കുള്ള ആത്മീയ സമ്പത്ത്, പദസമ്പത്ത്, ആശയ സമ്പത്ത് ഒക്കെ ഉണ്ടാകണമെന്ന് പറയാറുണ്ട്. ഇവിടെ മഹേഷ് പഞ്ചു 1ലധികം പുസ്തകങ്ങൾ രചിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മഹേഷ് പഞ്ചുവിന്റെ ഉള്ളിൽ ഒരുപാട് ആശയങ്ങളുടെയും അനുഭവങ്ങളുടെയും ഒക്കെ വലിയ സമ്പത്തുണ്ട്. അങ്ങനെ ഒരു അനുഭവ സമ്പത്തിന്റെ ബലത്തിൽ ഒരു കൃതി സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് അത് ഏറ്റവും മികച്ച ഒരു സാംസ്കാരിക നിർമ്മിതിയായി മാറുന്നത് എന്നതുകൂടി പറയേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഈ പുസ്തകം നമ്മുടെ ഒരു സാംസ്കാരിക ലോകത്തിന്, നാടക ലോകത്തിന് ഏറ്റവും നല്ല ഒരു ഈടുള്ള ഒരു സാംസ്കാരിക നിർമ്മിതിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എല്ലാ ആശംസകളും, എല്ലാ അഭിവാദ്യങ്ങളും ഈ പുസ്തകത്തിന് ഞാൻ അറിയിക്കുന്നു. ഇത് നാടക പ്രവർത്തകർക്ക് മാത്രമല്ല, കേരളത്തിന്റെ ഒരു സാംസ്കാരിക ചരിത്രം പഠിക്കുന്നവർക്കുമൊക്കെ ഇത് ഏറ്റവും പ്രയോജനപ്രദമാകും. നാടക വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ഒക്കെ ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടു കൂടി ആരാധകനായിട്ടുള്ള പ്രൊഫസർ വി.എൻ. മുരളി സാറിന് ഈ പുസ്തകം കൈമാറി ഇത് പ്രകാശനം ചെയ്യുന്നതായിട്ട് അറിയിച്ചുകൊണ്ട് വലിയ പരിസരം നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാടക പ്രവർത്തകരുടെ അനുഭവങ്ങളുണ്ടല്ലോ, അനുഭവമാണ് പ്രധാനം. അതിൻ്റെ ഒരു ഉൾച്ചൂട് ഈ പുസ്തകത്തിൽ
അന്വേഷിക്കുന്നുണ്ട്, കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് പുസ്തകമാത്രമായ അറിവല്ല വേണ്ടത് നാടകത്തെക്കുറിച്ച് എന്ന് മഹേഷ് പഞ്ചു ഇതിൽ പറയുന്നത് നമുക്ക് സ്വീകാര്യം തന്നെയാണ്. വളരെ നേരത്തെ ശ്രീ രാജകുമാർ പറഞ്ഞതല്ല, വളരെ ലളിതമായി എഴുതാൻ കഴിയുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നാടകത്തിലെ ഭാഷയെക്കുറിച്ച് ശങ്കരപ്രസാദാണ് ഏറ്റവും കൂടുതൽ ചിന്തിച്ചത്. ഒരിക്കൽ ശങ്കരപ്രസാദിന്റെ ഒരു സെമിനാറിൽ അസമയം കേരളത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം ആണത് എന്ന് പറയാൻ ആരും വരാൻ ശ്രമിച്ചില്ല. അഥവാ അവിടെയുള്ള പ്രതിസന്ധിയെ കുറിച്ച് അന്വേഷിച്ചില്ല. നമ്മളെല്ലാം ഈ പടിഞ്ഞാറ് നോക്കിയതായിട്ട് മാറിയിട്ട് അതുമായിട്ട് താരതമ്യം ചെയ്യാനാണ്. അങ്ങനെയുള്ള ഒരു പരിമിതികൾ ഉണ്ട്. CJ-യുടെ നാടകങ്ങളെ കുറിച്ചും CJ-ക്ക് അവസാനം വരുന്ന ചില വിമോചന സമരകാലത്ത് വരുന്ന CJ-യുടെ ചില മാറ്റങ്ങളെ കുറിച്ചും അതൊക്കെ യഥാർത്ഥത്തിൽ വിമർശന വിധേയമായി തന്നെ പഠിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ശങ്കരപ്രസാദിന്റെ കറുത്ത ദൈവത്തെ തേടി എന്നുള്ള ഈ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നു. അത് ഈ നാടകരംഗത്ത് വരുന്ന രൂപപരമായ മാറ്റം, പ്രമേയപരമായ മാറ്റം, ദാർശനികമായ മാറ്റം, ഇതൊക്കെയാണ് ഇത്തരമുള്ള അന്വേഷണങ്ങൾ രംഗവേദിയെ നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു പുസ്തകം ആണ് മഹേഷ് പഞ്ചുവിൻ്റേത് എന്നുള്ളതാണ്. ഞാൻ നീട്ടുന്നില്ല. എം ഗോവിന്ദിനെ കുറിച്ച് പ്രേംകുമാർ പറഞ്ഞ എങ്കിലും ഇതിനകത്ത് എം ഗോവിന്ദനുണ്ട്. പ്രേംകുമാർ ഉദ്ദേശിച്ച രീതി തന്നെ എം ഗോവിന്ദനെ ഇതിനകത്ത് പറയുന്നുണ്ട്. എം ഗോവിന്ദന്റെ ദാർശനിക സമീപനങ്ങളുടെ പ്രത്യേകത പറയുന്നുണ്ട്. CN-നെ കുറിച്ച് പറയുന്നുണ്ട്. അയ്യപ്പ പണിക്കരെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളെ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു പേരാണ് അയ്യപ്പ പണിക്കർ. TK വേണുകുട്ടൻ, ഭരത് മുരളി. ഇപ്പൊ ഈ തരത്തിൽ ഒരു പുതിയ സമീപനം മഹേഷ് പഞ്ചുവിന്റെ ഈ പുസ്തകത്തിലുണ്ട്. ചരിത്രത്തെ കലാസിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെടുത്തുക. നേരത്തെ പ്രേംകുമാർ ചരിത്രത്തെ ഇന്ന് വളരെയധികം വികലമായി ചിത്രീകരിച്ചു പോകുന്ന, ചരിത്രം മാറ്റി എഴുതുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ ചരിത്രത്തെ കലാസിദ്ധാന്തങ്ങളോട് കണ്ണി ചേർത്ത് എങ്ങനെ പഠിക്കാം എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങളെ പോലെ തന്നെ ഈ പുസ്തകവും കളരിയെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ, പുതിയ പുതിയ അന്വേഷണങ്ങൾക്ക്, പ്രത്യേകിച്ചും ശാസ്താംകോട്ട കേന്ദ്രീകരിച്ച് ശങ്കരപ്രസാദിന്റെ DV കോളേജ്, ദേവസ്വം ബോർഡ് കോളേജിലെ അധ്യാപകൻ എന്നുള്ള ശാസ്താംകോട്ടയിൽ സംഘടിപ്പിച്ച കളരികൾ, കേരളത്തിന്റെ മറ്റു ഭാഗങ്ങൾ, ഇതെല്ലാം ഒരു പുതിയ അറിവാണ് മഹേഷ് പഞ്ചു ഈ പുസ്തകത്തിലൂടെ തരുന്നത്. അത് തീർച്ചയായിട്ടും എല്ലാവരും വാങ്ങുകയും വായിക്കുകയും വിലയിരുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതായത് നാടക സാഹിത്യമല്ല. ഇപ്പൊ വാസുകൃഷ്ണൻ സാർ പറഞ്ഞ ആധുനികത വരെ വന്നു. ആധുനികോത്തര നാടകമുണ്ട്, അവിടെയാണ് പ്രധാനം. ആധുനികോത്തര നാടകം, പോസ്റ്റ് മോഡേൺ ഡ്രാമ. അതിനെപ്പറ്റി ശരിയായ വിലയിരുത്താൻ പറ്റുന്നത് അതിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ്, കാഴ്ചക്കാർക്കല്ല. അതിനകത്ത് കയറണം, നാടകത്തിനകത്ത് കയറിയിട്ട് വേണം പ്രവർത്തിക്കാൻ. അതിലൊരാളാണ് പഞ്ചു. പഞ്ച് കാണാത്ത പുതിയ നാടകങ്ങളില്ല. ഞാൻ അടിവരയിട്ട് പറയാം. പുതിയ നാടകങ്ങൾ എന്ന് പറയാൻ അസീം അമരവിളയുടെ നാടകം വരെയാണ് ഉദ്ദേശിക്കുന്നത്. PM ദാരിനും ഒക്കെ ശേഷം നാടകം വളർന്നു കഴിഞ്ഞു. ഏറ്റവും പുതിയ പയ്യന്മാർ
കേരളത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നാടകം കളിക്കുന്നുണ്ട്, ആ ഡേറ്റ് വരെ പഞ്ച് പറയും. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് കാർത്തിക നാളിൽ ഒരു നാടകം കളിച്ചു, ടാഗോറിൽ കളിച്ചു. അത് വളരെ ഒരു കളിയെ കാണത്തുള്ളൂ. ഇതൊക്കെ എപ്പോഴും കാണാനൊന്നും പറ്റുന്നതല്ല. അത് ഞാൻ പണ്ട് നാടകവുമായി ബന്ധപ്പെട്ട ക്യാമ്പസ് തിയേറ്റർ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരാളായെന്നുള്ള നിലയിൽ പിന്നെ ഈ നാടകം, പിന്നെ ഇതെല്ലാം അടുത്ത കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള നാടകങ്ങളെ പറ്റി ശരിയായ അറിവ് നൽകുന്നത് പഞ്ചുവാണ്. നമ്മൾ മിസ് ചെയ്തു. നാടകം പിന്നെ കാണാൻ പറ്റില്ല, ഒരിക്കലും കാണാൻ പറ്റില്ല. അതുവരെ സൂക്ഷ്മമായി കാണുന്ന ആളാണ് പഞ്ചു. അതെല്ലാം അടയാളപ്പെടുത്താനും അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത്. കാരണം നമ്മൾ സാധാരണ ഈ തീസിസ് ഒക്കെ എഴുതുമ്പോൾ ഈ പട്ടിയുടെ വാല് കൊള്ളിലൂടെ ഇടുന്ന സമയത്ത് മാത്രം നീണ്ടിരിക്കും, അത് കഴിഞ്ഞു. ഞാനൊക്കെ പഠിച്ച ആളെ 10-40 കൊല്ലത്തിന് PhD എടുത്ത ആളാണ്. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് ആദ്യമായിട്ട് പറ്റും. പഞ്ചുവിൻ്റെ ഇത് ഒരു PhD പോലെ എന്താ അതിന് പ്രത്യേകിച്ച് പറയാം, രീതിശാസ്ത്രം. ഇവിടെ പബ്ലിഷറും ഞാൻ തന്നെ ആയതുകൊണ്ട് തന്നെയാണ് സ്വാഗതവും നന്ദി എനിക്ക് പറയേണ്ടി വന്നത്. അത് മനസ്സിലാക്കുക. പിന്നെ എന്നോടൊപ്പം യൂണിവേഴ്സിറ്റി കോളേജ്, ഞാൻ ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി കോളേജിലെ PSCയും MAക്കും പഠിച്ച 5 വർഷങ്ങളാണ് ശരിക്കും എന്നിലെ നാടക പ്രവർത്തകനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ജോബി, സന്തോഷ് കുമാർ, ജഗദീഷ്, ഞങ്ങളുടെ കലാവാസനകളെ പരിപോഷിപ്പിച്ച ഞങ്ങളുടെ അന്നത്തെ ചെയർമാൻ ബ്രൈറ്റ്, നോബിള്, എന്നോടൊപ്പം നാടകം കളിക്കാനുണ്ടായിരുന്ന ഹിഡായിട്ടുള്ള, ഇങ്ങനെ വെമ്പായ അനിൽ, സുധാകരൻ, അങ്ങനെ എന്നെ നാടകവുമായി ബന്ധപ്പെട്ട എന്നോടൊപ്പം ബ്രില്ലിയിൽ പഠിച്ച ഡോക്ടർ കേണൽ രാംസെ പോൾ സാബു, ഇങ്ങനെ എന്നെ വ്യക്തമായി അറിയാവുന്ന, ഞാൻ നാടകത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നറിയാവുന്ന, എൻ്റെ നാടക പ്രവർത്തനങ്ങളെ അറിയുന്ന വ്യക്തികളാണ് 75% ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത് എന്നത് എന്നെ വളരെ ആഹ്ലാദത്തിൽ ആക്കുന്നു. അതുകൂടാതെ എൻ്റെ കഴിഞ്ഞ 40 വർഷത്തെ ഈ കലാരംഗത്തുള്ള എൻ്റെ അറിവുകളെ അല്ലെങ്കിൽ എൻ്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച, അതെല്ലാം അറിയാവുന്ന ഒരാളെയാണ് ഇന്ന് എനിക്ക് അധ്യക്ഷനായിട്ട് കിട്ടിയത്. ആദ്യമേ തന്നെ അദ്ദേഹത്തിന് എൻ്റെ പേരിലും M4 കമ്മ്യൂണിക്കേഷൻ്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. രണ്ടാമത് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന പ്രേമൻ, ഞാൻ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അദ്ദേഹം എന്നോടൊപ്പം സീരിയൽ ഒരു 30 കൊല്ലം മുമ്പ് അഭിനയിച്ചിരുന്നു. എളിമയുള്ള ഒരു സിനിമാക്കാരനാണ്. അദ്ദേഹത്തിനും എൻ്റെ പേരിലും M4 കമ്മ്യൂണിക്കേഷൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. മൂന്നാമത് സ്വാഗതം പറയേണ്ടത് ഈ ചടങ്ങിൻ്റെ വേളയിൽ പ്രേംകുമാറിൻ്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം ഏറ്റുവാങ്ങിയ ആദരണീയനായ മുരളി സാറാണ്. അദ്ദേഹത്തിന് എൻ്റെ പേരിലും M4 കമ്മ്യൂണിക്കേഷൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് എൻ്റെ യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാളം അധ്യാപകനും ഈ പുസ്തകം സംശോധനം ചെയ്യുകയും ചെയ്ത ഡോക്ടർ K. വാസുകുട്ടൻ സാറാണ്. അദ്ദേഹം 2-3 ആഴ്ച കണ്ണു മേടിച്ച് കുറേ ഈ പുസ്തകം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ നിങ്ങളിപ്പോൾ വായിക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചു. പിന്നെ നന്ദി പറയേണ്ട 2 വ്യക്തിത്വങ്ങൾ, എൻ്റെ കൂടെ പഠിച്ച, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ 2 വർഷം സീനിയറായിട്ട് പഠിച്ച, ഇന്ന് കേരളത്തിലെ എമ്പാടും ഉള്ള വക്കീലന്മാരുടെ അപ്പലറ്റ് അതോറിറ്റിയായ ബാർ കൗൺസിലിൻ്റെ മെമ്പറും മുൻ വൈസ് ചെയർമാനുമായ അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ, അതുപോലെ തന്നെ ജോബി, എന്നോടൊപ്പം 5 കൊല്ലം യൂണിവേഴ്സിറ്റി കോളേജിലെ നാടകങ്ങളിൽ അഭിനയിക്കുകയും മുൻ സർവകലാശാല വിധേയമായിരുന്ന ജോബി, ഇവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ അടുത്തതായി നന്ദി പറയേണ്ടത് ഇനി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എൻ്റെ സുഹൃത്ത് വലയത്തിനോടാണ്. നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ കൂടെ യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ച പ്രേമനെ ഇരിപ്പുണ്ട്. അദ്ദേഹം സിനിമാ സംവിധായകനാണ്. ഓരോരുത്തരായിട്ട് ഞാൻ നോക്കി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ കൂടെ പഠിച്ച ഞങ്ങളുടെ കാലത്തെ ചെയർമാൻ TV അശോകൻ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കാലത്തെ ഞങ്ങളുടെ ഗുണ്ടാ തലവനായിരുന്ന ശ്രീ ഗോപകുമാർ പാതിരപ്പള്ളി, അദ്ദേഹം ഒരു കലാഹൃദയമുള്ള ഒരു ഗുണ്ടാട്ടലാണ്. ഞങ്ങളെല്ലാം KSCക്കാരിൽ നിന്നും ADUCക്കാരിൽ നിന്നും രക്ഷപ്പെടുത്തിയ, ഞങ്ങൾക്ക് അടി വാങ്ങി തരാതെ മുൻപന്തി അർജുനനെ പോലെ നിന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുപോലെ സുരേന്ദ്രൻ കളിക്കൂട്ടം, എൻ്റെ അഭിഭാഷക സുഹൃത്തുക്കൾ, എല്ലാവർക്കും, ഇളംകുളം അനിൽ ലേഖന കർത്താവ്,
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.